ഈ അടുത്ത കാലത്തായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മൂത്രം കുറച്ച് നേരം ഹോൾഡ് ചെയ്താൽ, കുറച്ച് നേരം പിടിച്ചു വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാവോ, ക്യാൻസർ വരുമോ, വല്ല ബുദ്ധിമുട്ട് വരുമോ എന്നത്. സാധാരണഗതിയിൽ നോർമൽ വേല് നമുക്ക് കുറച്ച് മൂത്രം ഒരു 250-300-400 CC ആകുമ്പോഴത്തേക്ക് നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റും, നമ്മൾ പോയി മൂത്രം ഒഴിക്കണം. സാധാരണ ഇത് കാണുന്നത് പെൺപിള്ളേരിലാണ്. കാരണം സ്കൂൾ കോളേജിൽ പോകുന്ന പിള്ളേർക്ക് അവർ പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ, കോളേജിൽ ചെന്നാൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ നല്ല ടോയ്ലറ്റ് ഇല്ല, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, അത് കാരണം മൂത്രം ഒഴിക്കത്തില്ല. അത് കാരണം വെള്ളവും കുടിക്കില്ല, മൂത്രം എത്രയും സമയം വേണമെങ്കിൽ അവർ പിടിച്ചു കിട്ടും. ചില കുട്ടികളൊക്കെ രാവിലെ കോളേജിൽ പോയാൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ വൈകിട്ട് വരെ മൂത്രം ഹോൾഡ് ചെയ്യും, ഒഴിക്കത്തില്ല, വീട്ടിൽ വന്നേ ഒഴിക്കത്തുള്ളൂ. കാരണം നല്ല ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് മൂത്രം അങ്ങനെ ഹോൾഡ് ചെയ്താൽ, പിടിച്ചു വെച്ചാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ബ്ലാഡറിൻ്റെ ശക്തി പതിയെ കുറഞ്ഞു പോകും. മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് സാധാരണ ആൾക്കാർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബ്ലാഡർ നെക്ക് അങ്ങ് റിലാക്സ് ചെയ്യും, മൂത്രസഞ്ചി കൺട്രാക്റ്റ് ചെയ്യും, അന്നേരം മൂത്രം ഫ്രീ ആയിട്ട് അങ്ങ് യൂറിൻ പാസ് ചെയ്യും. അതാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പം മൂത്രം ഒഴിക്കണമെങ്കിൽ മൂത്രസഞ്ചിക്ക് നല്ല ശക്തി വേണം, ബ്ലാഡർ ടോൺ വേണം, അതുണ്ടെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇൻറ്റൻഷ്യലി നമ്മൾ മൂത്രം ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഈ മൂത്രം കുറേ നേരം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ബ്ലാഡറിൻ്റെ ശക്തി അങ്ങ് കുറഞ്ഞു പോകും. അതിന് കുറേ വീർത്ത് വരുന്നതോറും അതിന് ശക്തി കുറയും, നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. മൂത്രം ഒഴിക്കാൻ പരിശ്രമിച്ചാലും കുറച്ചേ മൂത്രം പോളൂ, ബാക്കി അതിനകത്ത് കെട്ടിയും. അങ്ങനെയാണ് ക്രോണിക് റീടെൻഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് ഹാബിച്വലായിട്ട് ഇങ്ങനെ സ്വഭാവമായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് മൂത്രം കെട്ടി നിന്നാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പതിയെ കിഡ്നി വരെ അതിൻ്റെ തടസ്സം ഉണ്ടാവും, കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. ഈ ക്യാൻസർ, ക്രോണിക് ഇൻഫെക്ഷൻ വന്നാൽ വല്ല ക്യാൻസർ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല അസുഖങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂത്രം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് മൂത്രം ഒഴിച്ചിരിക്കണം. അഥവാ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ പോയി മൂത്രം ഒഴിച്ചിരിക്കണം. മൂത്രം മുഴുവൻ പോവുകയും ചെയ്യണം. ബാലൻസ് മൂത്രസഞ്ചിയിൽ അധികം കിടക്കാനും പാടില്ല. ഈ വളരെയധികം ആൾക്കാർ ഓടി വന്ന് പറയും, ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 50 CC മൂത്രം ബാലൻസ് കിടപ്പുണ്ട്, മൂത്രം മുഴുവൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് ഒരു അസുഖമല്ല. നോർമലായിട്ടുള്ള ഒരാൾ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ 50 CC നോർമലാണ്. അത് 100 CC വരെ അലൗഡാണ്. ഈവൻ 150 CC വരെ വന്നാലും വലിയ മേജർ ഇഷ്യൂ ഇല്ല, മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ മേജർ ഇഷ്യൂ ഒന്നുമില്ല. അതിൽ കൂടുതൽ മൂത്രം കെട്ടി നിന്ന് തുടങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും, പ്രശ്നങ്ങൾ വരും, നമുക്ക് അവസാനം ബ്ലാഡറിൻ്റെ ശക്തി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ, ചില സ്ത്രീകളൊക്കെ ഈ മൂത്രം ഒഴിച്ചാലും മുഴുവൻ പോകാത്ത കാരണം അവസാനം ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ നാൾ മൂത്രം ഹോൾഡ് ചെയ്ത് മൂത്രം വീർത്ത് കഴിഞ്ഞ് ശക്തി ഇല്ലാത്ത അവസ്ഥയിൽ, ബ്ലാഡറിൻ്റെ ശക്തി ഇല്ലെങ്കിൽ അവർക്ക് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥയെല്ലാം വരുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ എന്ത് വന്നാലും പോയി യൂറിൻ പാസ് ചെയ്ത് കളഞ്ഞിരിക്കണം, നിർബന്ധമാണ്.